പറയുന്ന അമ്മയുടെ വില. അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ കെട്ടുപോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള രേണുസുധിയെ കാണാൻ വളർത്തുമകനായ കിച്ചു പോയില്ലെന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു. ലൈഫ് സ്റ്റോറി കിച്ചു വെളിപ്പെടുത്തിയ ശേഷമാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച രൂപപ്പെടുന്നതും പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതും. രേണു ഗ്ലാമറസായി വസ്ത്രം ധരിക്കാനും സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ചെയ്യാനും തുടങ്ങിയ ശേഷം കിച്ചു മനഃപൂർവ്വം രേണുവിൽ നിന്നും അകലം പാലിച്ചിരുന്നു. അനിയൻ ഋതുലിനോട് മാത്രമേ അടുപ്പം വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും കിച്ചു പറയാതെ പറഞ്ഞിരുന്നു. രേണു സബ്സ്ക്രിപ്ഷനിൽ ഗ്ലാമറസായി വീഡിയോകൾ ഇട്ടു തുടങ്ങിയ ശേഷം വിമർശനം പെരുകി. മകന് അമ്മയെ ഉപദേശിച്ചൂടെ എന്ന് ചോദിച്ച് അന്ന് നിരവധി പേർ കിച്ചുവിന് എതിരെ രംഗത്തെത്തിയിരുന്നു. അവർക്കുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കിച്ചു. അതിരുകൾ ലംഘിച്ചുള്ള രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ കിച്ചുവിനെ വിഷമിപ്പിച്ചിരുന്നു. അതിനാൽ ഉടൻ തന്നെ തൻ്റെ എതിർപ്പ് രേണുവിനെ കിച്ചു അറിയിച്ചു. പുതിയ വീഡിയോയിൽ ആ ചാറ്റും രേണു പറഞ്ഞ മറുപടിയും കിച്ചു വെളിപ്പെടുത്തി. കിച്ചു രേണുവിന് അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഹലോ, ഞാൻ ഒരു കാര്യം പറയാനാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെ വലിയൊരു TV ഷോയിൽ പങ്കെടുത്ത് ഇറങ്ങിയ ആൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? ഷോയും പ്രൊമോഷനും എല്ലാം കിട്ടുന്നില്ലേ? ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായി നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ. എങ്ങനെയൊക്കെ ജീവിക്കാം? ഫെയിം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കൂ. അത്രത്തോളം വിഷമം വന്നതുകൊണ്ടാണ് പറയുന്നത്. ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലീസ്, ഋതപ്പനെയും ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. അവനും ഫോൺ ഉപയോഗിക്കുന്നതല്ലേ. അവൻ്റെ സുഹൃത്തുക്കൾ ഇതൊക്കെ എങ്ങനെയാകും എടുക്കുക? അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ എന്നാണ് കിച്ചു രേണുവിനോട് അപേക്ഷ പോലെ പറഞ്ഞത്. എന്നാൽ വളരെ വ്യത്യസ്തമായ മറുപടിയാണ് രേണു വളർത്തുമകന് നൽകിയത്. ഞാൻ ലൈവ് പോയതാണ്. എൻ്റെ ചുണ്ടു പൊട്ടിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചത്. അല്ലാതെ വൃത്തികേടായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു ചാറ്റ് സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട ശേഷം കിച്ചു പറഞ്ഞതിങ്ങനെയാണ്: ഇപ്പോഴുള്ള അമ്മയെക്കുറിച്ച് സംസാരിക്കും മുമ്പ് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ശേഷം രേണുവിൻ്റെ ഒരു മോശമായ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കിച്ചു കാണിച്ചു. ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ അമ്മ എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങൾ. ഇത് കണ്ട ശേഷം അമ്മയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഇത് കണ്ട ഋതപ്പൻ്റെ അവസ്ഥ എന്താകും? അവൻ്റെ കൂടെ പഠിക്കുന്നത് അടക്കം മിക്ക കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇതൊക്കെ അവൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇക്കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ചെയ്തതിൽ മോശമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് അതിൽ നിന്നും 2.5 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതിന് തിരിച്ച് ഞാനൊന്നും മറുപടി കൊടുത്തില്ല. അവിടെ വെച്ച് ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്തു എന്നാണ് കിച്ചു പറഞ്ഞത്. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എൻ്റെ അവസ്ഥ കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ ഇട്ടതല്ലെന്നും കിച്ചു വ്യക്തമാക്കി.